നിങ്ങൾ ശരീരത്തിന് ഒരുപാട് ക്ഷീണം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ശരീരത്തിൽ ആവശ്യമായ ഹീമോഗ്ലോബിൻ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12, പ്രോട്ടീൻ എന്നിവ ഇല്ലേ എന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, ആവശ്യമായ വെള്ളം ദിവസവും കുടിക്കുന്നില്ലേ എന്ന് നോക്കുക. ഉറക്കമില്ലായ്മ പല കാരണങ്ങൾ കൊണ്ടാകാം. നമുക്ക് ഉറക്കം കിട്ടാതിരിക്കാൻ എന്തെങ്കിലും മാനസിക സമ്മർദ്ദം, ടെൻഷൻ, ഇല്ലെങ്കിൽ ഉറങ്ങാൻ സമയമില്ല, ഇതെല്ലാം കൊണ്ടും നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവുകയും എപ്പോഴും കിടക്കണമെന്ന് തോന്നുകയും ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് തൈറോയ്ഡ് ഫംഗ്ഷൻ ശരിയല്ലേ എന്ന് നോക്കുക. ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിലും അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും നമുക്ക് മുടി കൊഴിച്ചിലും ക്ഷീണവും എല്ലാം ഉണ്ടായേക്കാം. ഇതിന് പുറമെ ഡയബറ്റീസ് ഉള്ള ആളുകളിൽ നമുക്ക് ഷുഗർ ശരിയല്ലേ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ ക്ഷീണം ഉണ്ടാകാനിടയുണ്ട്. സ്ക്രീൻ ടൈം കൂടുതൽ ഉപയോഗിക്കുന്നവർ, ഫോണായാലും കമ്പ്യൂട്ടർ ആണെങ്കിലും നമ്മുടെ കണ്ണിനും ബ്രെയിനിനും ക്ഷീണം തോന്നുകയും അതുവഴി നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യാം. ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്ന് നോക്കുക. ആവശ്യമെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. താങ്ക് യു.